റെക്കോർഡല്ലേ? പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഊട്ടിയിലോട്ടുള്ള ഒരു യാത്രയാണ്. റോഡ് നടക്ക് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി രാവിലെ. സമയം ഇപ്പോൾ ഏകദേശം വാച്ചില്ല. സമയം എത്രയാടാ? 7 മണിയായല്ലേ? 7 മണിയായി. ഏകദേശം 40 കിലോമീറ്റർ റൈഡ് ചെയ്ത് വന്ന് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ ചെങ്ങായിയുടെ വീട്ടിലാണുള്ളത്. അവിടെ എത്താറാകുമ്പോഴാണ് പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇതാണ് വണ്ടി. സോ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തു വന്നത്. ഈ ഒരു ഒറ്റൊരു വണ്ടിയുള്ളൂ, വേറെ വണ്ടിയില്ല. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, വരുന്ന വഴിക്ക് എന്തോ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ശബ്ദം കേട്ട്, അങ്ങനെ ശബ്ദം കേട്ട് ഒരു ഒരേന്ന് കൂട്ട് കേട്ടു. പിന്നെ പെട്ടെന്ന് ഒരു 5-6 കിലോമീറ്റർ കഴിയുമ്പോൾ അത് പെട്ടെന്ന് കട്ടാവുന്ന കൂട്ടും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് പോകുന്നുണ്ട്. അതായത് ആ ഒരു എന്താ പറയുക, നമ്മൾ മൂവ് ചെയ്യുന്ന നേരത്ത് വണ്ടി മൂവ് നേരത്ത് ടയർ പിടിച്ചാണ് പോകുന്നത്. എന്തോ ഒരേന്ന് കൂട്ടി. എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡിൻ്റെ ആ ഒരു സ്പ്രിങ് കട്ടായിട്ട് അങ്ങനെ ഒരേന്നാണ്. എന്താണെന്ന് യാതൊരു രീതിയിലുള്ള ഐഡിയ ഇല്ല. വീട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഓൾറെഡി പോകുന്നു. ഇനിയുണ്ട് 350 കിലോമീറ്റർ. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ 7 മണിയായി. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് തുറന്നിട്ടുണ്ടോ? അതും 10 മണി കഴിയണം. യാതൊരു രീതിയിലുള്ള ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്തായാലും ഇറങ്ങിപ്പോയി മുന്നോട്ട് പോയിട്ട് എന്താ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത് നല്ല രീതിയിൽ മഴയാണ്. അതിന് നടക്കാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത്. ഞാൻ എല്ലാ രീതിയിലുള്ള ചെക്കപ്പും ചെയ്തിട്ടാണ് വന്നത്. ഈ ഒരു ചെറിയ വണ്ടിയിലെ യാത്ര ചെയ്യുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാം സർവീസും ചെയ്തിട്ട് വന്നു. ഇപ്പോൾ അവസാനം ഇങ്ങനൊരു പണി കിട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പണി കിട്ടുന്നത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇല്ലടാ, എന്തായാലും നമുക്ക് നടുക്ക് വെച്ച് നിർത്തുന്നില്ല. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ ഗാട്സിലൂടെ ഊട്ടി, കൊടൈക്കനാൽ, അട്ടപ്പാടി, അതായത് അട്ടപ്പാടി കൂടിയാണ് താഴോട്ട് ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെ താഴോട്ട് മൂന്നാർ, വട്ടവട, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വെതർ അനുസരിച്ച്, മഴ അനുസരിച്ചാണ് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്തായാലും ഒരു 4-5 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതിന് എത്ര ദിവസമാവും എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ കാട്ടിൽ നടക്കാണ്. ഇവിടെ ആരുമില്ല. ഇത്രയും സമയം ഞാൻ സംസാരിച്ചില്ലേ, ഒരു വണ്ടി പോലും പാസ്സായിട്ടില്ല. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ഒറ്റ ഒരു ഗ്യാരേജേ ഉള്ളൂ. ചെറിയൊരു ടൗണാണ്, കണ്ടില്ലേ? പക്ഷേ ഇവിടുത്തെ ഒരു ഗ്യാരേജും ക്ലോസ്ഡ് ആണ്. വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുള്ളൂ. 8:35 അപ്പോൾ ഇങ്ങോട്ട് പോയി. ശരിക്കും നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. പക്ഷേ ഇവിടെ അങ്ങോട്ട് ഗ്യാരേജ് ഒന്നും ഇല്ലയെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് വിചാരിച്ചു നേരെ ഇങ്ങോട്ട് പോയെങ്കിൽ ഒരു ടൗൺ ഉണ്ട്, ഒരു 10-12 കിലോമീറ്റർ ഇപ്പോൾ തിരിച്ച് പോകാനുണ്ട്. അപ്പോൾ ഈ വഴി പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കാടുമാണ്, നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അതാണ് പെട്ടുപോകുന്നത്. തണുപ്പുണ്ട്. ഇപ്പം നമ്മളുള്ളത് NH75 നാഷണൽ ഹൈവേ 75 കയറി ആ കാടിൽ നിന്ന്. ഇവിടെ മുമ്പോട്ട് നോക്കിയാൽ കാണാം ഓരോരോ വണ്ടികൾ റോങ് സൈഡ് കയറിയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ പോയെങ്കിൽ ഒരു ചേട്ടനെ ഇപ്പം നമ്മൾ വിളിച്ചായിരുന്നു, അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം, വേറെ വഴിയില്ല. അതാണ് ഇപ്പം നല്ല പിടുത്തമായി, ഒട്ടും വണ്ടി പോകാത്തൊരവസ്ഥയിലാണ്. പക്ഷേ ഏകദേശം ഒരു ടൗൺ ഭാഗം എത്തി. ഇവിടെ എവിടെയാണെന്ന് അറിയത്തില്ല. നേരത്തെ വിളിച്ച ചേട്ടൻ കോൾ ഇപ്പോൾ എടുക്കുന്നുമില്ല. എവിടെയാടാ? ഒന്നും കൂടെ വിളിച്ചു ചോദിക്കേ. ഇല്ലേ, പെട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലേ അവിടെ തന്നെ നോക്കാം. ഞങ്ങൾ ഒരുപാട് ദൂരം ഇങ്ങോട്ട് വന്നു. അപ്പൊ നീങ്ങുന്നില്ലല്ലോ. അടിപൊളി. ഇപ്പം ഞാനുള്ളത് നാഷണൽ ഹൈവേ 75 അതായത് ഇത് മംഗലാപുരം ബാംഗ്ലൂർ പോകുന്ന റോഡാണ്. ഇവിടെ വെച്ചാണ് വണ്ടി ബാക്കിയായത്. ഒരു കാടിൻ്റെ നടുക്ക് വെച്ച് ഒരുപാട് 10-12 കിലോമീറ്ററും ഇങ്ങോട്ട് വന്നിട്ട് ഒരു ടൗണിൽ വെച്ച് ഈ ഒരു ചേട്ടനെ പരിചയപ്പെട്ടത്. സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ ബെയറിംഗ് പോയിരിക്കുമായിരുന്നു. അപ്പം ചേട്ടൻ അടക്കി നോക്കിയപ്പം ബെയറിംഗ് അല്ല, അതിന് മൈന് ഷാഫ്റ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ട്രിപ്പ് ക്യാൻസൽ ആയോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ചേട്ടൻ അയച്ചു നോക്കി, അതെല്ലാം റെക്ടിഫൈ ചെയ്തു. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി. ബെൽറ്റൊക്കെ ഏകദേശം അതിന് പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ആൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെൽറ്റും പോയിട്ടുണ്ടായിരുന്നു, അതും മാറ്റിയിട്ട്. എനിക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പം അവർ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇന്ന് ക്യാൻസൽ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, എന്തോ ഭാഗ്യത്തിൽ. ഇപ്പോൾ സമയം ഓൾറെഡി ലേറ്റായി. ഊട്ടി എന്തായാലും വെച്ച് പിടിക്കാൻ പറ്റത്തില്ല. മൈസൂരിൽ സ്റ്റേ അടിച്ച് പിറ്റേ ദിവസമാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ ഊട്ടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെച്ച് ഏകദേശം 6 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും. കാരണം സുപ്രീം കോടതിൻ്റെ ഓർഡറാണ്. അവിടെ എന്താ പറയുക, രാത്രി സമയങ്ങളിൽ വണ്ടി അലോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും മൈസൂരിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വെച്ച് പിടിക്കാനാണ് പ്ലാൻ. എന്തായാലും ഇന്ന് ഞങ്ങൾ തിരക്ക് പിടിച്ച് പോകുന്നില്ല. എല്ലാം കാഴ്ചകൾ കണ്ട് പതിയാണ് യാത്ര ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ റോഡൊക്കെ 10-12 വർഷമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നത്, കണ്ടില്ലേ? ഇതുവരെ ഇതിൻ്റെ നാഷണൽ ഹൈവേ 75 അതിൻ്റെ എന്താ പറയുക, ഹൈവേയുടെ വർക്കൊന്നും ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. അങ്ങനെ റോഡിൽ വണ്ടിയൊക്കെ പതിയെ മന്ദമാണ് പോകുന്നത്.
ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടി വന്നതാണ്. ചേട്ടനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാലോ. ഇനി മുകളിലോട്ട് ഹൈ റേഞ്ച് കയറി പിന്നെ ഒറ്റൊരു വണ്ടി ഒന്നും കാണത്തില്ല. ഓക്കെ, നൗ പെർഫെക്റ്റ്ലി ശരിയായെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവമേ, ഇനി വഴിയുടെ നടക്ക് ബാക്കിയാവില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഓക്കെ ആയി. ഇവിടെ നിന്ന് പൈസ കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും ചേട്ടനാണ് ഇത്ര നേരം നിന്ന് കഷ്ടപ്പെട്ട് വണ്ടി ശരിയാക്കി തന്നത്. പേര് രാജരാമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വന്നു. എങ്ങനെ സോ ഈ വഴി പോകുന്നവർ NH 75 ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? നെല്ലിയാടി അല്ലേ? നെല്ലിയാടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഗ്യാരേജിൽ നിന്നിട്ട് നോക്കുകയാണ്. കാരണം നല്ല രീതിയിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ സർവീസ് ചെയ്യും. സാധാരണ ആൾക്കാരുടെ കൂട്ടല്ല. അപ്പോൾ കടയുടെ പേരില്ലല്ലോ. പവിത്ര പേരില്ലല്ലേ? ഈ ബോർഡിൻ്റെ താഴെ ഇവിടെ തന്നെയാണുള്ളത്. റോയ് കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണുള്ളത്. ഓക്കെ, എന്തായാലും നമുക്കിവിടെ നിന്ന് വിട്ടേക്കാം. വീണ്ടും NH 75 തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ പോന്നു. ഇപ്പോൾ ഈ ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ നിന്ന് പെട്രോൾ അടിച്ച് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. അപ്പം വലുത് ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ നെറ്റിൽ ഏകദേശം 7 മണിക്കാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബണ്ടിപ്പൂരിലെ ചെക്ക് പോസ്റ്റിൽ 9 മണി വരെ ഉണ്ട്. വെച്ച് പിടിക്കാൻ പറ്റും. പക്ഷേ രാത്രി പോയാൽ അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്തായാലും നോക്കാം മൈസൂർ എത്ര മണിക്ക് എത്തും നോക്കാം. അതിനനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പ്ലാൻ ചെയ്യാമെന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വല്ല ഭക്ഷണം കഴിച്ചിട്ട് യാത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മിസ്റ്റർ ചേ ആണ്. ചേ എന്ന് വെച്ചാൽ ഞാനിപ്പം പുതിയതായിട്ടിട്ട പേരാണ് ചേ. നിനക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമോ? ഡീകോഡ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമോ? ചേ ബോച്ചയല്ല, ചേ നിൻ്റെ ഇതിലുണ്ട്. നല്ല നാടൻ പൊറോട്ടയും മുട്ടക്കറി. ആക്ച്വലി കറി കൊള്ളാം, മുട്ടക്കറി കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ മുകളിലോട്ട് ഹൈ റേഞ്ച് കയറി പിന്നെ മൊത്തം കന്നടക്കാരായിരിക്കും. നല്ല ഭക്ഷണം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചോളം ഞാൻ പറഞ്ഞു. കാരണം ഇനി ഒരു 2-3 ദിവസത്തിനും പട്ടിണിയായിരിക്കും. അങ്ങനെയല്ല, നല്ല ഭക്ഷണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങോട്ടൊക്കെ റോഡ് അത്യാവശ്യം നല്ല പൊളിയാണ്. നല്ല കോൺക്രീറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു വളവും കൂടെ കഴിയുമ്പോൾ അയ്യോ അവിടെ കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുകയാണല്ലോ. ആ ഒരു മല കണ്ടില്ലേ? ബ്യൂട്ടിഫുൾ അല്ലേ? ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് തന്നെ അത്യാവശ്യം എന്താ പറയുക, അതിൻ്റെ ഒരു വെതറും ആ ഒരു ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. സോ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിനെ ആ ഒരു ഭാഗം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു യാത്ര പോകുന്നത്. മസിനഗുഡി വഴിയുള്ള ആ ഒരു യാത്ര തന്നെ അത് വേറൊരു ഫീലാണ്. പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് വെറുതെ പറയുന്നതല്ല, അത്രത്തോളം ആ ഒരു വൈബാണ് ആ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നിടത്ത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വഴി സെലക്ട് ചെയ്തത്. സോ ഈ ചുരം കയറുന്നേക്കാളും മുമ്പ് ഗുണ്ടിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയാലാണ് സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മടിക്കേരി, അതായത് വയനാട് കൂടി ഊട്ടി പോവുകയാണെങ്കിൽ ഈ ഒരു വഴിയാണ് പോകാനുള്ളത് നമുക്ക്. സോ ഇപ്പോൾ ഞങ്ങൾ മൈസൂർ കൂടി മസിനഗുഡി വഴി പോകാനുള്ള പ്ലാൻ ആയതുകൊണ്ടാണ് ഈ ഒരു ചുരം വഴി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇങ്ങോട്ടും അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ് അല്ലേ? സോ ഇവിടെ ഒരു ഫോറസ്റ്റുകാരുടെ ഒരു ചെക്ക് പോസ്റ്റ്, ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റുകാരുടെ ഈ കാണുന്നത്. അങ്ങ് ദൂരെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. സോ ഈ ഒരു വഴിക്ക് ഇഷ്ടംപോലെ മലയാളികളുടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, കലക്ക വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മുകളിലൊക്കെ നല്ല രീതിയിൽ മഴയാണ് നിന്നത്. എമ്മാതിരി വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നത്. മുകളിൽ അങ്ങ് ദൂരെ ഒരു റെയിൽവേ പാളം പോയിരിക്കുന്നത് ഇതിലിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു റെയിൽവേ പാളം ഉണ്ട്. ഈ മലയുടെ അപ്പുറം ഞാൻ തോന്നുന്നുണ്ട്, ഇവിടെ ഇല്ല അല്ലേ? ഈ മലയുടെ മുകളിൽ കാണുന്നില്ല, പക്ഷേ ഈ മലയുടെ അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കലക്ക വെള്ളം കുത്തി ഒലിച്ചാണ് പോകുന്നത്. ഇങ്ങോട്ടൊക്കെ മുമ്പ് ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കെട്ടിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ടായിരുന്നു, അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടായിരുന്നു. വാവ്, അടിപൊളി, നല്ല രസമുണ്ട്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു നീർക്കാക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഇവിടെ മീനുണ്ടെന്നല്ലേ? ഇവിടെയൊക്കെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. അവിടെ കമ്പിയൊക്കെ കാണാം. ഈ ഒരു പാലത്തിൻ്റെ ഡേഞ്ചറാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടിട്ട് ഇറങ്ങിയിട്ട് ചാടാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ചാടിങ്ങി പണി പാടും. സോ എന്തോ ഭാഗ്യത്തിന് ഇപ്പം നിലവിൽ മഴയില്ല. അത് തന്നെയാണ് കുറച്ച് ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് വെച്ച് പിടിക്കാം. ഈ ചുരം തന്നെ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ഉണ്ട്. ഈ വലിയ വലിയ ട്രക്കാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്നു. കയറിക്കോ, വരുന്നില്ലേ? ശരി എന്നാൽ
തിരിച്ചു വരുമ്പോൾ കാണാം കേട്ടോ. കയറിക്കോ. ഈ ഒരു റോഡിനോട് ചേർന്ന് തന്നെയാണ് ഒരുപാട് ദൂരം ഈ ഒരു പുഴ ഒഴുകുന്നത് തന്നെ. സോ ഇവിടെ നിൽക്കാൻ നേരത്ത് കണ്ടില്ലേ, അങ്ങ് ദൂരെ ആ ഒരു റെയിൽവേയുടെ ആ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, അവിടെ നിന്ന് ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് അടിപൊളിയല്ലേ. സോ ഇങ്ങോട്ടൊക്കെ കോടമഞ്ഞ് കയറി വിസിബിലിറ്റി മൊത്തം പോയി കിടക്കുകയാണ്. അവിടെ നമുക്ക് കാണാം ആ ഒരു കോർണറിൽ. ഇതിലൂടെയുള്ള ട്രെയിനിലൂടെയുള്ള യാത്ര എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി കുറച്ച് ദൂരം നീ വണ്ടി ഓടിക്കുമോ? കുറച്ച് ദൂരം വണ്ടി ഓടിക്കുമോ? ഞാൻ ബാക്കിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യാം. ലൈസൻസ് ഉണ്ടോ? എവിടെ ഉണ്ടല്ലോ? ഉറപ്പല്ലേ? അവിടെ താഴെ ചെക്കിങ് ഉണ്ടായിരുന്നു. എടാ നീ മാപ്പ് സെറ്റ് ചെയ്തോ? ആ ഗൂഗിൾ മാപ്പ് എനിക്ക് വഴി അറിഞ്ഞൂടാ. ഞാൻ നോക്കാൻ നേരത്ത് നമ്മുടെ ആ ഒരു ഹൈ റേഞ്ചിലെ ആ ഒരു സ്റ്റാർ ഫോർട്ട് ഇല്ലേ, ആ സ്റ്റാർ ഫോർട്ടിൽ നിന്ന് റൈറ്റിലോട്ടുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഇവൻ അവിടെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ അത്രയും നേരം ഒരു ഗ്യാരേജ് തപ്പി നടന്നത്. പാവം ആ ചേട്ടൻ 1900 രൂപ വാങ്ങി. എങ്ങനെ? അതെ അതെ, ഞാൻ രാവിലെ ഇറങ്ങാൻ നേരത്തൊക്കെ നല്ല പോസിറ്റീവ് എനർജിയിലൂടെ ഇറങ്ങിയത്. പക്ഷെ ആ ഒരു വണ്ടി അങ്ങനെ ആയപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. വണ്ടി അങ്ങനെ ആയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കാറുകാരൻ എന്താ ഇങ്ങനെ കയറി വരുന്നത്, പോലീസുകാർ. ചിലപ്പോ ആർട്ടിക്കാരനായിരിക്കടാ. ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഈ വൈറ്റ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടേക്കണ കണ്ടില്ലേ, ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ. ഞങ്ങൾ ഇത്രയും പതിയെ പോയിട്ടു സ്പീഡ് വരുന്ന ബൈക്കേഴ്സിനെ നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവരെങ്ങനെ ബ്രേക്ക് അടിച്ച് നിർത്തും. ഓ ഇങ്ങോട്ട് നോക്കി, അടിപൊളി ഫ്രെയിം. ആദ്യം ഞാൻ ആ വണ്ടിയുടെ ബ്രേക്ക് ഷൂയുടെ ആ ഒരു റിങ് പോയിട്ടുണ്ടാന്ന് വിചാരിച്ചത്. സോ അങ്ങനെ എന്തായാലും ഡ്രോപ്പായി, ലേറ്റായി, എന്തായാലും ഊട്ടി കയറാൻ പറ്റില്ല എന്ന രീതിയിൽ ഇരിക്കാൻ നേരത്ത് മിസ്റ്റർ ചേയാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് തന്നത്. മുന്നോട്ട് പോവാം, എന്തായാലും പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പോയി. അപ്പം വർക്ക്ഷോപ്പിൽ പോയപ്പം, ഗാരാജിൽ പോയപ്പം അവർ പറഞ്ഞു ഇതിൻ്റെ മെയിൻ ഷാഫ്റ്റ് പോയിരിക്കുകയെന്ന് പറഞ്ഞു. ഇത് 2-3 ദിവസം എടുക്കും, കാരണം അതിന് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അവർ ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഒറിജിനൽ പാർട്സിനെങ്കിൽ 10,000-3000 ഒക്കെ ആവും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ വീണ്ടും മൂഡോഫായിപ്പോയി. എന്തായാലും ഇനി തിരിച്ച് വീട്ടിലോട്ടാന്നുള്ള രീതിയിൽ, അതും എന്താ പറയുക, പ്ലാൻ ഡ്രോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ രണ്ടാമത് അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് അയാൾ ജസ്റ്റ് ഒന്ന് നോക്കാവുന്ന രീതിയിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഷാഫ്റ്റിൻ്റെ പ്രശ്നമല്ല, ബെയറിങ് പോയിട്ടുണ്ട്. അതിൽ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കാം. ആ ഒരു ബെയറിങ്ങിൻ്റെ ആ ഒരു ബോളൊക്കെ പൗഡർ പോലെ ആയിപ്പോയായിരുന്നു. അത് ഞാൻ റീസെൻ്റ്ലി മാറ്റിയിട്ടെന്ന്. അവർ സെക്കൻഡ് ക്വാളിറ്റിയിലുള്ള ഏതൊരു പ്രോഡക്റ്റ് വാങ്ങി ഇട്ടതാണ്. ഒരു 2000 കിലോമീറ്റർ കൂടെ റൺ ആയിട്ടുള്ളൂ. സോ അങ്ങനെ നമുക്ക് പാളിച്ച പറ്റി. അപ്പം പുള്ളിക്കാരന് ഒറിജിനൽ പാർട്സ് ഇട്ടതെന്ന് പറഞ്ഞു. പുള്ളിക്കാരുടെ സംസാരമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട്. പിന്നെ ബെൽറ്റും കൂടെ കൂട്ടത്തിൽ തന്നെ മാറ്റി. ബെൽറ്റും കുറച്ചൊക്കെ പോയിരിക്കുമായിരുന്നു ഒരു സേഫ്റ്റിക്ക്, അതും കൂടെ മാറ്റി. ടോട്ടൽ ബില്ല് 1900 ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് ചോദിച്ചു, ഡിസ്കൗണ്ട് ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ല, എല്ലാം എന്താ പറയുക, പുള്ളിക്കാരൻ ചെക്കപ്പ് ചെയ്തിട്ടാണ് നമ്മളെ വിട്ടത്. സോ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ മുകളിലുള്ള ഒരു സ്റ്റാറ്റിഫൈഡിലാണ് നമ്മൾ ഇറങ്ങി വന്നത്. 1900 ബില്ലായെങ്കിലും ആ ഒരു വിഷമം അങ്ങ് തീർന്നു. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റാറ്റിഫൈഡ് ആയിരുന്നു അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത്. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നു. പെട്ടെന്നുള്ള ഒരു കയറ്റം ഇല്ല എന്ന്, ട്രക്കൊക്കെ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ 2 സൈഡിൽ നിന്നും നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. അങ്ങനെയാണ് ആക്സിഡൻറ്റ് കൂടുതലുണ്ടാകുന്ന സാധ്യത. ഞാൻ വിചാരിച്ച് ഇവിടെ ആക്സിഡൻറ്റ് വല്ലതുണ്ടായിന്ന്. തോടല്ല, കാണാൻ ഭംഗിയുണ്ടാ. ഇറങ്ങേണ്ട ആവശ്യമില്ല. ഈ സ്പോട്ടല്ലേ, കുറച്ചും കൂടെ മഴയുണ്ടെങ്കിൽ ഇത് ഫില്ലായേനെ. ഇതിപ്പോൾ ഒരു ഭാഗത്ത് മാത്രമല്ലേ. അടിപൊളിയല്ലേ, കൊള്ളാം. അവിടെയൊക്കെ നല്ല വഴുക്കളായിരിക്കും. ഇതിലൂടെ പോയാൽ തെന്നി വീഴുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത്രയ്ക്കുള്ളൂ. ബാ, ഫോട്ടോ എടുക്കുന്നുണ്ടോ? വേണ്ട അല്ലേ. ഇവിടെ ഒരു വണ്ടി കണ്ടില്ലേ, ഇതെന്താടാ റോഡിനൊരു ചാട്ടം, കത്തിപ്പോയിരിക്കുന്നല്ലേ. ഏകദേശം ഹൈ റേഞ്ചിലെത്തി, ചുരഭാഗം കഴിഞ്ഞ്.
ആ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാപ്പിത്തോട്ടൊക്കെ ആയിരിക്കും അല്ലേ? ലെഫ്റ്റും റൈറ്റും കാപ്പിത്തോട്ടങ്ങളാണ്. ഗായ്സ്, നമ്മൾ ഇത്രയും നേരം തമിഴ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു സംസാരിക്കാൻ വേണ്ടി. തമിഴ്നാട്ടിലോട്ടല്ല കയറാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് റോഡ് തീർന്ന്. ഇത് റോഡാണോ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതാണ് റോഡ്. ഇത് ഇനിയൊരു കോമഡി എന്താണെന്നറിയോ? നാഷണൽ ഹൈവേ 75 ആണിത്. ബാംഗ്ലൂർ ഹൈവേ. ഇവിടെ ലെഫ്റ്റ് സൈഡ് ട്രെയിൻ പാളം ആണല്ലോ. ഞാൻ അത് നിർത്തി കാണിക്കാനുള്ള സിറ്റുവേഷനിൽ അല്ല ഈ റോഡ് ഇപ്പോൾ ഉള്ളത്. ദേ അങ്ങ് ദൂരെ പോകുന്നു ട്രെയിൻ. ഞാൻ പറഞ്ഞില്ലേ അതിലെത്ര അല്ല, ഇത് ഗൂഡ്സ് ആടാ. ഒരു ഇഞ്ചിനെ കാണുന്നുള്ളൂ. കണ്ടില്ലേ, 2 ഇഞ്ചിന്. ഫ്രണ്ടിലൊരു ഇഞ്ചിന്, 2 അല്ലടാ 3 ഇഞ്ചിന്. 3 എഞ്ചിനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ചുരം കയറി വരാൻ ബുദ്ധിമുട്ടാണ്. 3 ഇഞ്ചിനാണ് വെച്ച് കയറുന്നത്. ഈ ഒരു റോഡ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ കോൺക്രീറ്റ് റോഡാണ്. പക്ഷെ ഇങ്ങോട്ട് വരാൻ നേരത്തൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ഓരോ കാപ്പിത്തോട്ടങ്ങളാണ് അങ്ങോട്ട് അവിടേക്ക് ഉള്ളത്. അവിടെ നിന്ന് മണ്ണിടിഞ്ഞ് വന്ന് ചെടിയൊക്കെ താഴോട്ട് വന്നിരിക്കുന്നത് കാണാം. ആക്ച്വലി റോഡ് പണി തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ സൈഡിലുള്ള ആ ഒരു ഭിത്തിയൊക്കെ പണിത് തീർക്കണം. ഊട്ടി, കൊടൈക്കനാൽ, അറ്റപ്പാടി വഴിയാണ് കൊടൈക്കനാൽ. പിന്നെ വെതർ അനുസരിച്ച് നെക്സ്റ്റ് മൂന്നാർ. എൻ്റെ ക്രെഡിറ്റ് കാർഡുടെ കാന്തം പോകുന്ന തോന്നുന്നത്. ട്രിപ്പ് തുടങ്ങില്ല, 40 കിലോമീറ്റർ ആവുന്നേക്കാളും മുമ്പ് തന്നെ 2000 പോയി. കുഴപ്പമില്ല, ഇവിടെ വെച്ച് സംഭവിച്ചത് നല്ലത്. ഈ ഹൈ റേഞ്ചൊക്കെ കയറി ഇവിടെയൊക്കെ ആരുണ്ട്? ഒരു ഗ്യാരേജ് പോയിട്ട് ഒരു പലചരക്ക് കട പോലും ഇല്ല. ഇവിടെ കണ്ടില്ലടാ, ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ മുകളിലാണ് ഇവര് മറ്റേ കോൺക്രീറ്റ് ഇടുന്നത്. ആ താഴെ ഇങ്ങനെ വിരിക്കുമല്ലേ. ഹായ്, JCB ഇങ്ങനെ നിരത്തിക്കൊണ്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ മെഷീൻ വെച്ച് ലെവൽ ചെയ്യും. റീസണോ ഇവർക്ക്? നമ്മുടെ ഭാഷ മനസ്സിലാവോ? ഓ, ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നു. ഒരാൾ വെറുതെ അവിടെ റോഡ് ചോദിക്കുകയാണ്. മാപ്പിൽ വഴി ഉണ്ടെങ്കിലും പക്ഷേ ഒരു ഇടവഴിയായിരിക്കും, ചിലപ്പം ഷോർട്ട് റോഡായിരിക്കും, പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരിക്കും. അതാണ് ചോദിക്കാമെന്ന് വിചാരിച്ച് പോയത്. ഇവിടെ ഈ മരം കൊണ്ട്, ഈ കാണുന്ന മരമില്ലേ, ഇതും കൊണ്ട് ഓരോരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ? ഈ പൂച്ചെടിയൊക്കെ വെക്കാൻ പറ്റാവുന്ന തൊട്ട് അടിപൊളിയല്ലേ? എന്താ പറഞ്ഞേ? റോഡ് നല്ലല്ലേ? എന്ത് അടിപൊളിയാ നോക്കിയടാ ഈ പൂച്ചെടികളല്ല, ഇത് മറ്റേ കാപ്പിയുടെ ചെടിയും. ഇത് വിൽക്കാൻ വേണ്ടിയല്ല, ഈ ഒരു സ്റ്റാൻഡില്ലേ, അടിപൊളിയല്ലേ? ഇത് ഈ കിടക്കുന്ന മരങ്ങളൊക്കെ കൊണ്ടാണ് ചെയ്യുന്നത്. ആ അവിടെ അല്ലേ? ഒരു മിനിറ്റ് നോക്കാം. അടിപൊളി. മീനും ഒരു മാൻ്റെ തല, അടിപൊളി. ഇത് ഓരോരോ പീസ്, സിംഗിൾ പീസല്ല. ഇവിടെ ആ ചേച്ചി ഉണ്ടാക്കുന്നു കണ്ടില്ലേ? അവിടെ 2 ചേട്ടന്മാരുണ്ടാക്കുന്നുണ്ട്. ആ ചേച്ചി അവിടെ പോളിഷ് ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നു. അതെ, അതിൽ ഇവിടെ നിന്ന് ഓരോരോ മരങ്ങൾ പറക്കിക്കൊണ്ട് വന്നിട്ട് റോഡിൻ്റെ സൈഡ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ മാതള നാരങ്ങ കണ്ടില്ലേ? നല്ലൊരു ഫ്രെയിം അല്ലേടാ, നോക്കടാ. ഹായ്, അടിപൊളി. ഇത് കണ്ട അവർ അങ്ങനത്തെ വുഡ് എടുത്തിട്ട് ഓരോ നാണി എടുത്തിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അതെ, ഞാൻ പറഞ്ഞായിരുന്നു. ഉള്ളി കണ്ടെന്നല്ലേ? ഇത് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിയാ, അടിപൊളി. ഇവിടെ ഉള്ളിൽ അടിപൊളി ഉണ്ടോ? ഇതിപ്പം മഴയ്ക്ക് പുറത്തെടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ചെറിയൊരു ഷെഡിൽ ഇതേപോലെ ചെത്തി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വണ്ടി മൈസൂരിന് വിടാം. ചേട്ടനോട് ചോദിച്ചപ്പം ഈ കാണുന്ന വഴി സിംഗിൾ വേ ആണ്, പക്ഷേ അടിപൊളി റോഡാണെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. പക്ഷേ റെക്കമെൻഡ് ചെയ്തത് ആസൻ വഴി പോകാൻ വേണ്ടിയാണ്. എടാ, നിൻ്റെ ഫോൺ ഇതേ വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത്.
എനിക്കിഷ്ടം പോലെ ആയിട്ടുണ്ട്. വിടാം. എന്തായാലും നമ്മൾ തിരക്ക് കുറവുള്ള വഴിക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടിക്കൊന്നും സംഭവിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. കയറി കയറി. തിരക്കുള്ള വണ്ടി, അതായത് കൂടുതൽ വണ്ടികൾ പോകുന്ന വഴിയുടെ പോയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വൈബ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊരു മഴ ഇപ്പം പൊടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അടുത്ത മഴ വരാണ്ടിരുന്നാൽ മതി. മഴക്കാലത്ത് സത്യം പറഞ്ഞാൽ മഴ നനഞ്ഞ് അത് മഴ വേണം, അപ്പോഴേ ആ റൈഡ് ഒരു എന്താ പറയുക രസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ലോങ് റൈഡൊക്കെ പോകാൻ നേരത്ത് 2-3 ദിവസമൊക്കെ നീളുന്ന ട്രിപ്പാണെങ്കിൽ മഴ കുറച്ച് പ്രശ്നമാണ്. നനഞ്ഞാൽ പിന്നെ എങ്ങനത്തെ കോട്ടിട്ടാലും അവിടെ ഇവിടെയൊക്കെ നനയും. സോ അതൊരു ഡിസ്കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. വൺ ഡേ ട്രിപ്പ് പോകുന്ന ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ മഴയാണെങ്കിൽ അടിപൊളിയാണ്. അല്ലാത്ത സമയത്ത് കുറച്ച് ബോറാണ്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് റോഡ് ഇടയ്ക്കിടയ്ക്കാണ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴോട്ട് വലിയ കൊക്കയാണ്. അപ്പം ഈ കാണുന്ന മാപ്പ് എങ്ങോട്ടാണ് കാണിക്കുന്നത്? മെയിൻ റോഡിലേക്ക് നമ്മൾ പോവാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ അർക്കലകോട് വഴി പിടിച്ചിട്ട് മറ്റേ ഇവിടെ മുകളിലാണ് സ്റ്റാർ ഫോർട്ട്, അറിയാലോ നിനക്ക്. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകാനുള്ളത്. ഇത് ഹാസൻ ഹൈവേ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ റൈറ്റ് എടുത്തിരിക്കുന്നു. അടിപൊളി റൂട്ടാട്ടോ, റോഡ് കുഴപ്പമില്ല. എടാ നല്ല അടിപൊളി സ്ഥലങ്ങളാണല്ലോ, നല്ല വീട്, അടിപൊളി. ഇത് വ്യൂ നോക്കി, ഒരു വീട് നോക്കിക്കേ. മഴ വന്നുടാ, മഴ വന്നു റിസീവർ നനയും. ഇവിടെ വെയിറ്റിംഗ് ഷെൽട്ടർ വല്ലതും ഉണ്ടോ? വരുന്ന വഴിക്ക് 10-40 കിലോമീറ്റർ മൊത്തം മഴയായിരുന്നു. അതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പം ഇത് കണ്ടില്ലേ, ആദ്യം ഞാൻ വിചാരിച്ചത് കോളിഫ്ലവറാണ്. പക്ഷേ ഇങ്ങോട്ട് പോയി ചേട്ടന്മാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് മറ്റേ പുകയിലയാണ്. സോ ഇങ്ങോട്ടൊക്കെ മൊത്തം കൃഷിപ്പാടങ്ങൾ. അങ്ങ് ദൂരെ കണ്ടില്ലേ, അങ്ങ് കാണുന്നത് ചോളമാണ്. കയറി ഹെൽമെറ്റ് ഇടൂ. ഞാൻ വരുന്ന വഴിക്ക് ഒരു 100 രൂപയുടെ ഒരു കോട്ട് വാങ്ങി. സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റേത് മൊത്തം ഉള്ളോട്ട് വെള്ളം കയറുവാണ്. വെള്ളം കയറിയ പിന്നെ സീനാണ്, ഉണങ്ങാൻ കുറച്ച് പാടാണ്. എന്തെങ്കിലും നമ്മൾ വിട്ടോളാം സാധനങ്ങൾ എല്ലാം ഓക്കെ അല്ലേ? അത് നമ്മൾ നേരത്തെ നോക്കിയതല്ല. സോ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, വെള്ളമൊന്നും കയറത്തില്ല, കുറച്ച് സേഫ് ആക്കി വെച്ചു. പക്ഷെ മഴ പെയ്ത വീഡിയോ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എങ്ങനെ? അവിടെ അങ്ങോട്ട് കാണുന്നതൊക്കെ വെസ്റ്റേൺ ഗാർഡ് സെക്ഷനാണ്. വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. 60 കിലോമീറ്റർ സ്പീഡ് പോകാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. സോ നമ്മൾ 50 കിലോമീറ്ററാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് സ്പീഡ്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 3:24 ഇല്ല. കുറച്ച് ഉള്ളോട്ട് കയറി വന്നു. ഇവിടെ കണ്ടില്ലേ പഴയ വീടുകൾ. എത്ര പഴക്കമുണ്ടോ ഇതിന്? മണ്ണിൻ്റെ വീടൊക്കെ അല്ലേ? മണ്ണിൻ്റെ വീടാ. നമ്മളേതോ 90s വന്ന പോലെ. കിണറൊക്കെ കണ്ടില്ലേ, അടിപൊളി. ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉൾഗ്രാമമാണ്, ഉൾഗ്രാമം. വരില്ലേ? ಹೋಗ್ಬೋದು. നമ്മൾ തന്നെ അന്യദേശത്ത് നിന്ന് വന്നവരാ, നമ്മളോട് വഴി ചോദിച്ചു. അവിടെ ബ്ലോക്കാണ്, ഡ്രൈനേജിന് എന്തോ പണികളൊക്കെ. ഓരോ വീടുകൾ കണ്ടില്ലേ. ഇത് മണ്ഡ്യ ഡിസ്ട്രിക്ട് ആണോ? ആണോ? ഹാസൻ ഡിസ്ട്രിക്ട്. അർക്കൽകോടോ? അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ഉണ്ടോ? ഇതെന്തോ വഴിയൊക്കെ തെറ്റിട്ട് വരുന്ന ഒരുപാട് വണ്ടികളുണ്ടല്ലോ. കുറച്ച് ഉള്ളോട്ട് വന്നു. ഇവിടെ ഒരു വീടിൻ്റെ മുകളിൽ കണ്ടില്ലേ ബോഗൻവില്ല, അടിപൊളിയല്ലേ. ആയി ചുമ്മാ ഒന്ന് ഉള്ളോട്ട് കയറിയതാണ്. ഇവിടെ നിന്ന് തിരിച്ച് മെയിൻ റോഡിലോട്ട് വിടാം. അതെ, ചെണ്ടുപൂ. ആ ഒരു വീട്ടിൽ കണ്ടില്ലേ, വീട്ടിൽ തന്നെ ട്രാക്ടറൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് ട്രാക്ടറുള്ള ഫാമിലിയാണ്. എടാ മൂരി ചാട്ടവര. ഇതിപ്പം രാമനാഥപുര എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ്. ഇപ്പൊ സമയം ഏകദേശം 4:30. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കുന്നതാണ്. ഇവിടൊക്കെ എങ്ങനെ വിശ്വസിച്ച് കഴിക്കുമെന്നാണ് ആലോചിക്കുന്നത്. ഇന്നൊരു ചന്ത ദിവസം കൂടെയാണ്. ആകെയുള്ള വഴി എന്ന് പറയുന്നിടത്ത് ഇങ്ങനത്തെ തട്ടുകടകളാണ്. ഇവിടെ കുറച്ച് ഫ്രഷ് ഫുഡ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ്. കയറി നോക്കാം. ചോദിച്ചേ എഗ് റൈസ് ഉണ്ടോയെന്ന് ചോദിച്ചേ.
ഇതെയാ? ആ, ഉണ്ടല്ലേ. ഇവിടെയൊക്കെ കച്ചവടത്തിൽ കുറച്ച് മൂവ്മെൻറ്റ് ഉള്ളതെന്ന് പറയുന്ന നേരത്ത് ഇതേ കൂട്ടുള്ള തട്ടുകടയാണ്. ഇവിടെ കണ്ടില്ലേ, ലൈനായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു റൈസ് കിട്ടി. എങ്ങനെ ഉണ്ടാ? കഴിക്കാല്ലേ വിശപ്പിന്? സംഭവം കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ വിശ്വസിച്ച് കഴിക്കാം, ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട്. ഇവരെ വൈകുന്നേരമെങ്കിൽ ഇവർ കാലിയാകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകും, സ്റ്റോക്കൊന്നും വെക്കാറില്ല. അങ്ങനെ വിശ്വസിച്ച് കഴിക്കുന്നു. വേറെ ഓപ്ഷനില്ല, വേറെ ഭക്ഷണമൊന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കേരളത്തെത്തി നമ്മൾ. കേരളപുര എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ മാപ്പിലും ഈ ഒരു സ്ഥലം കണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയൊരു ടൗണാണ് അല്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് മുന്നോട്ട് പുറപ്പെട്ടു. അപ്പം ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നിന്റെ ഹെൽമെറ്റ് ഇല്ലേടാ? നീ ഇട്ടില്ലായിരുന്നു എടാ, ടൂ മച്ചിടാ. അല്ല, ഇവന് എന്നോട് ചോദിക്കുമായിരുന്നു എവിടെയെങ്കിലും ഈ ട്രിപ്പിൻ്റെ നടക്ക് സുഖം ഇല്ലാണ്ടായെങ്കിൽ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും അടുത്തുള്ള നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവന് ഹെൽമെറ്റ് ഇല്ലാണ്ട് വന്നേക്കുന്നു. എന്തെങ്കിലും വണ്ടി സ്കിഡായിരുന്നെങ്കിലോ. അങ്ങനെ നമ്മൾ കേരളത്തിലെത്തിയിരിക്കുന്നു. ഓക്കെ, കേരളപുരം. അത്യാവശ്യം ഇവിടുത്തെ റോഡൊക്കെ നല്ല ഭംഗിയുള്ള റോഡുകളാണ്. ഒരു കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല റോഡായിരുന്നു. ഇനി മുന്നോട്ട് ഇങ്ങനെ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്ന് മൈസൂരിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടാ? ഇനി 68 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചേട്ടൻ എന്ത് ധൈര്യത്തിലാണ് കണ്ടില്ലേ പശുവിനെ റോഡിന്റെ നടുക്കേക്കര മേയിച്ചുകൊണ്ട് പോകുന്നത്. ആണോ? കണ്ടില്ലേ, ഇതൊരു കനാലാണ്. ഈ കാണുന്ന കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കാവേരി റിവർ ഉള്ളത്. കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുറച്ച് മുന്നോട്ട് നടന്നു പോയി. കണ്ടില്ലേ, ഇതൊരു കനാലാണ്. ഗ്രാഫൈറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്തോ ഒരു പ്രൊജക്റ്റൊക്കെ അങ്ങ് കാണാം. അവിടെ ഒരുപാട് സോളറൊക്കെ അങ്ങ് ദൂരെ കാണണ്ട. വാവ്, ഇതാണല്ലേ കാവേരി റിവർ. കാണിച്ചു തരാം. കുറച്ച് സംഭവമാണ്. വണ്ടി ഒന്ന് സൈഡ് ഒതുക്കട്ടെ. പഴയ ഒരു പാലാന്ന് തോന്നുന്നു. കുരങ്ങുണ്ടല്ലേ? അവിടെ വണ്ടി നിർത്തുന്നത് അത്ര യോജിതമല്ല. അവിടെ കണ്ടില്ലേ, ഇതാണ് കാവേരി നദി. ഇത് അവന് എടാ വണ്ടി സൂക്ഷിച്ച്. ഒരു പഴയ ഒരു പാലാട്ടോ. പഴയ പാലല്ലേ? ബ്രിട്ടീഷുകാരെ വല്ലതും കെട്ടിയതാണോ? ഓടാ, കേറ് കേറ് കേറ്. ആ, പോവാം. അത് മൂവ്മെന്റിൽ കവർ ചെയ്യാം. വണ്ടി നിർത്താനുള്ള ഇടയില്ല, ചെറിയ പാല അത്. ഈ കണ്ടില്ലേ, ഈ ഒരു കാവേരി റിവറിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ കണ്ടില്ലേ ഞണ്ട് തൂക്കിയിട്ട് വിൽക്കുന്നു. കണ്ടില്ലേ, മറ്റേ കൊല പോലെ ഇങ്ങനെ എന്താ പറയുക, കോർത്തിട്ടാണ് ഇവിടെ തൂക്കിയിട്ടേക്കുന്നത്. വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. ജീവനുള്ള നണ്ടാണ്. ആ, ದೊಡ್ಡದು ಇದೆಯಲ್ಲ ಆ ಕಡೆ. ಒಂದಕ್ಕೆ ಫುಲ್ಲು 150 ಹಾಗೆ. ഒരു ഇതിന് 150 രൂപയാണ്. അടിപൊളി, നല്ല ഞണ്ടാട്ടാ. പക്ഷേ ഇവിടെ നിന്ന് പിടിക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ റോഡ് സൈഡിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെയാണ്. സമയം ഇപ്പോൾ ഏകദേശം 6:15. ഇതിപ്പം കൃഷ്ണരാജപുര എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഏകദേശം ഇരുട്ടി തുടങ്ങി, പക്ഷേ ഇങ്ങോട്ടൊന്നും മഴയില്ല. അതാണ് കണ്ടില്ലേ, ഇവിടെ നിന്ന് മഴ പെയ്തിട്ട് റീസെൻ്റ്ലി മഴ പെയ്തിട്ട് ഞാൻ കാണുന്നില്ല. നിലമൊക്കെ ഉണങ്ങി കിടക്കുന്നു. ഇങ്ങോട്ടൊക്കെ തക്കാളി കൃഷിയാണ്. എവിടെ പോയി? കണ്ടില്ലേ തക്കാളി, കണ്ടില്ലേ, ഇപ്പുറത്ത് പച്ചമുളകും. സോ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. മൈസൂർ സ്റ്റേ അടിക്കണോ അതോ ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ അടിക്കണമെന്ന്. അവിടെ റൂം കിട്ടുമെന്ന് എങ്ങനെയാണെന്ന് യാതൊരു രീതിയിൽ ഐഡിയ ഇല്ല. പിന്നെ ടെൻറ്റ് വിരിച്ചാലും മഴ വന്നെങ്കിൽ ടെൻറ്റിനുള്ളിൽ നനയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗുണ്ടൽപേട്ട സ്റ്റേ ചെയ്യുവാണെങ്കിൽ അടുത്തായിരുന്നു നമുക്ക് പിന്നെ ഊട്ടി വെച്ച് പിടിക്കാൻ വേണ്ടി നെക്സ്റ്റ്. അങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കാം. കുറച്ച് അടിപൊളി ഫ്രെയിം കിട്ടി. ട്രെയിൻ പോകുന്ന കണ്ടില്ലേ,
ഈ ഒരു ട്രെയിൻ പോകുന്ന ബാക്ക് സൈഡിൽ തന്നെയാണ് ഒരു ഗ്യാരസ് ഡാമിൻ്റെ ബാക്ക് വാട്ടർ കാണാൻ സാധിക്കും. മൈസൂർ ടൗണിലോട്ട് ഇനി 9-10 കിലോമീറ്റർ കൂടെ ഉണ്ട്. 9 കിലോമീറ്ററോ? സോ മൈസൂർ പാലസ് എന്തായാലും ഇപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും. പുറത്ത് നിന്ന് കണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ട്രാഫിക്കാണ്. ഇവിടെ നിന്നാടാ റൈറ്റ് ആണോ സ്ട്രൈറ്റ് അല്ലേ? ഏകദേശം ഫ്രണ്ടിലെത്തി. ഇവിടെ വണ്ടി നിർത്താനുള്ള സ്പേസ് ഇല്ല. ഇവിടെ പോലീസ് ഉണ്ടോ? അവിടെ ഇതേ കണ്ടില്ലേ? അതെ 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 ഉണ്ട് 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 ഉണ്ട്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനല്ലേ, നോക്കാം. സോ അങ്ങനെ മൈസൂർ പാലസിലോട്ട് എത്തി. ഇതാണ് പാലസ്. ആഹാ, ഇത് എൻട്രൻസ് ആണ്. ഉള്ളിൽ കാണുന്നതാണ് ആ പാലസ്. അവിടം വരെ പോയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇങ്ങോട്ട് ഇഷ്ടം പോലെ പോലീസുകാരൊക്കെ ഉണ്ട്. വണ്ടി നിർത്തുന്ന പ്രശ്നം. ഇവിടെ 2 വീലർ ഒരുപാട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കയറിയതാണ്. നമ്മൾ വണ്ടി വിട്ട് പോകുന്നില്ല. ഇല്ലടാ? യെസ്. ഇവിടെയുള്ള വണ്ടിയൊക്കെ പറഞ്ഞു വിടും അല്ലേ? അപ്പോൾ നമുക്ക് പിടിക്കാമല്ലോ, ഗുണ്ടിൽപേട്ട് പിടിക്കാമല്ലേ? ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു വിട്ടു പോലീസുകാർ. അവിടെ ഒരുപാട് പേര് നിന്നിട്ടുണ്ട്. അതാ ആലോചിക്കുന്നത്, മൈസൂരിൽ സ്റ്റേ ചെയ്യണോ അത് ഗുണ്ടിൽപേട്ട് പോയിട്ട് അവിടെ ചെയ്യണം. അവിടെ നിന്നെങ്കിൽ പിന്നെ ഊട്ടിലോട്ട് പോകാൻ എളുപ്പമായിരിക്കുമല്ലോ. ഒരുപാട് ദൂരം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. രാവിലെ എണിച്ചിട്ട് എന്താ ചെയ്യുക? മൈസൂർ വിടുവാണോ? മൈസൂർ വിടുവാണോ? ഗുണ്ടിൽപേട്ട് ഉറപ്പാണോ? ഓക്കെ, വിട്ടേക്കാം. കുതിരവണ്ടി 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 കയറിയാലോ? ഒരു സവാരി പോയാലോ? സമയം ഏകദേശം 10 മണിയായി. ഇപ്പം ഗുണ്ടിൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് വരാൻ നേരത്ത് നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ നോക്കി. പക്ഷേ എന്താ പറയുക, ഒരു ചേട്ടനോട് പെർമിഷനൊക്കെ ചോദിച്ചായിരുന്നു. ഒരു കടയിൽ മുമ്പിൽ പോയിട്ട് അവരെയൊക്കെ സമ്മതിക്കുക, അതായത് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു, ഇവിടെ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ തീരുമാനിച്ചു. എവിടെയാണെങ്കിലും അടിക്കുന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഈ ഒരു ടൗൺ എത്തിയപ്പോൾ റോഡിലൂടെ മലയാളത്തുകാർ, അതായത് മലയാളികളുടെ തന്നെ ലോഡ്ജ് ഉണ്ടാകും. അപ്പോൾ അവർ വിളിച്ച് കുറയ്ക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പവർ ബാങ്കിലൊക്കെ ചാർജൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. അപ്പോൾ എന്തായാലും കയറാമെന്ന് വിചാരിച്ചു. ഏകദേശം 500 റുപ്പീസാണ് ആയിട്ടുള്ളത്. അപ്പോൾ 10 മണിയായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. സോ നെക്സ്റ്റ് വീഡിയോ നാളെ എന്തായാലും ഊട്ടിലോട്ടാണ് ഡയറക്റ്റ്. അപ്പോൾ ഈ വണ്ടിക്ക് പ്രശ്നമൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓക്കെ, ബൈ.